അങ്ങനെ 10 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഗിരിരാജൻ കോഴിക്ക് മേരി സെറ്റായിട്ടുണ്ട്. വേറെ എന്തിനെ കുറിച്ചുള്ള പറയുന്നത് കേട്ടോ. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള അനുപമ പരമേശ്വരൻ നായികയായിട്ടുള്ള സിനിമയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടിപൊളി സിനിമയാണ്, ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് തീർന്നു പോകുന്നത് നമ്മൾ അറിയില്ല, അത്രക്കും ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു 2 മണിക്കൂർ സിനിമ. ടോണി ജോസ് അലൂല എന്ന ഡിറ്റക്റ്റീവിന്റെ സ്റ്റോറിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ടോണി ജോസ് അലൂലയായിട്ട് വരുന്ന ഷറഫ്, ടോണി ജോസ് അലൂലിന്റെ അച്ഛനായിട്ട് വരുന്നത് രഞ്ജി പണിക്കർ. മെക്സിക്കോ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന പണ്ടത്തെ ഒരു ഡിറ്റക്റ്റീവാണ് രഞ്ജി പണിക്കർ. പിന്നീട് നാട്ടിൽ കാമുകീനെ കെട്ടാൻ വേണ്ടിയിട്ട് കാമുകീൻ്റെ അപ്പന് നല്ല പണി ഉണ്ടെങ്കിൽ മാത്രമേ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഷറഫ് ആ സ്ഥലം കൈയടക്കി എന്നാണ് സ്റ്റോറിയിൽ പറഞ്ഞത്. ആ രീതിക്കാണ് കഥ മുന്നോട്ട് പോകുന്നത്. എല്ലാ വില്ലന്മാരുടെ തലതൊട്ടപ്പനായിട്ടുള്ള വില്ലെന്ന് പറയുന്നത് സാമ്പായി എന്നത് ഏറ്റവും ലാസ്റ്റ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റും. അതുവരെ അത് സസ്പെൻസ് ആയിട്ട് കൊണ്ടുപോവാണ്. ഭാര്യനെ പേടിച്ച് ജീവിക്കുന്ന ഒരു വില്ലൻ. സാധനം തെറ്റാണ് കേട്ടോ. സിനിമ തിയേറ്ററിൽ പോയി കാണണം നിർബന്ധിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ സംശയമില്ലാതെ ഉറപ്പിച്ച് പറയാ, പൈസ നമുക്ക് നഷ്ടമായിട്ട് തോന്നൂല. 2 മണിക്കൂർ എൻജോയ് ചെയ്തിട്ട് സിനിമ കാണാൻ പറ്റും. ഷറഫിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി നമ്മൾക്കുണ്ട്. പഴയകാല ദിലീപ് ചിത്രങ്ങൾ, അതുപോലെ ബേസിലിന്റെ സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു മിനിമം ക്വാളിറ്റി ഉള്ള സിനിമയാണ് ഷറഫിന്റെ സിനിമ. ഞാനിപ്പോൾ ഈ സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ജസ്റ്റ് രാവിലെ ഫേസ്ബുക്ക് തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഷറഫിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത്. ഇത് നേരമായിട്ടില്ല, ഇപ്പോഴാണ് ഈ ഫോട്ടോയുടെ നേരമായതെന്ന് തോന്നുന്നു, അങ്ങനത്തെ പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോഴാണ് സിനിമയെ കുറിച്ചാണ് എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണമെന്ന് മൂപ്പരെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ പോയി കാണാതിരിക്കാൻ പാടില്ലല്ലോ, മോശമല്ലേ മനുഷ്യരിങ്ങനെ പറയുന്ന സമയത്ത്. അങ്ങനെ സിനിമ പോയിട്ട് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. പഴയ നമ്മുടെ ദിലീപ് സിനിമകൾ ഉണ്ടായിരുന്നല്ലോ, കോമഡി ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ലെവൽ. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ഭയങ്കര എന്റർടൈനിങ് ആണ് കേട്ടോ. 2 മണിക്കൂർ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയി അവിടെ ചിരിച്ചും മരിക്കുക. ഷറഫ്, അനുപമ പരമേശ്വരൻ, അതുപോലെ വിജയരാഘവൻ, വിനായകൻ, വിനയ് ഫോർട്ട്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഉണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി പറയാൻ പാടില്ലാത്തതാണ്. ഇന്ന് റിലീസായിട്ടുള്ള പടമാണ്. പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയ ടൈമിൽ തിയേറ്ററിൽ അധികം ആൾക്കാരില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ട് ഓടേണ്ട ഒരു പടമല്ല ഇത്. വില്ലന്മാരുടെ ഘോഷയാത്രയാണ് സിനിമയിൽ. പട്ടിയെ കാണാതാവുന്നു, കുട്ടിയെ കാണാതാവുന്നു, മീരിനെ കാണാതാവുന്നു, വേറെ ലെവല്. സെക്കൻഡ് ഹാഫിന്റെ ഹാഫ് ആവുന്ന സമയത്ത് സിനിമ വേറെ ലെവലിലേക്ക് കയറിപ്പോകും. രഞ്ജി പണിക്കറിന്റെ ഡയലോഗ് ഡെലിവറി ഇന്റെ പൊന്നെ. പഴയ മമ്മൂക്ക സിനിമ, സുരേഷ് ഗോപിന്റെ ഒക്കെ സിനിമയിലെ ആ ഒരു ഇതുണ്ടല്ലോ, ആ പവർ, അതന്നാണ് ഈ സിനിമയിലെ മൂപ്പരുടെ ഡയലോഗ് ഡെലിവറിയിൽ വരുന്ന ആ ഒരു പവർ എന്ന് പറഞ്ഞത്. ആരെക്കൊണ്ടും സാധിക്കൂല കേട്ടോ അമ്മാതിരി പവറിലൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സിനിമ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ മൈന്യൂട്ട്, വളരെ ചെറിയ തോതിൽ കണ്ടില്ല ഒരേ ഒരു പോരായ്മ എന്ന് പറയുന്നത് മെയിൻ വില്ലൻ ആയിട്ടുള്ള സാമ്പായി സിനിമേൻ്റെ അവസാനം എത്തിയപ്പോഴത്തേക്ക് ഒന്നുമല്ലാതെ അങ്ങ് മാറിപ്പോയി. അവിടെ ഒരു റോളേ ഇല്ലാണ്ടായിപ്പോയി. ആ ഒരു കുഞ്ഞൊരു പോരായ്മ ആയിട്ട് തോന്നി. എന്നല്ലാത്ത പക്ഷം സിനിമ ക്ലാസ് ആണ്, കിട്ടുക.